പ്രസാദം. അയ്യോ പാടില്ല, പ്രത്യയശാസ്ത്രപരമായി ഞങ്ങൾ ഇതിനൊക്കെ എതിരാ. പിന്നെ MLA പറഞ്ഞ പോലെ ഇതൊക്കെ ലേഡീസ് സെക്ഷനാ. അയ്യോ മോളെ, മോളുടെ പുസ്തകം. അച്ഛമ്മേ, ഞാനെന്ന് ആയിഷയുടെ വീട് വരെ പോയിക്കോട്ടെ. തൊഴാനിറങ്ങിയ നിന്റെ കയ്യിൽ ഈ വായനശാല പുസ്തകം കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി. അച്ഛമ്മക്കറിയാം നിനക്ക് മിണ്ടാനും പറയാനൊക്കെ ഒരു കൂട്ടായി ഈ ഞാൻ മാത്രമേ ഉള്ളൂന്ന്. എപ്പൊ നിന്നെ കാണുന്നു തോന്നുന്നു അപ്പൊ ഈ ലൈബ്രറി ബുക്കിന്റെ പേരും പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ചാടും. സ്കൂൾ ലൈബ്രറിയിൽ നിന്ന് പുസ്തകം എടുക്കുമ്പോ മറ്റു ടീച്ചർമാരുടെ ധാരണ ഇതൊക്കെ വായിച്ചു തീർക്കുന്ന ഞാനാണ്. ആ ക്രെഡിറ്റ് നീ എടുത്തോ. പെങ്ങളെ ഒരു 2 മിനിറ്റ്, എനിക്ക് ആ കുട്ടിയോട് പേഴ്സണലായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. അന്ന് യക്ഷിയെന്ന് വിളിച്ചതിന് നേരിൽ കണ്ട് മാപ്പ് ചോദിക്കാൻ കാത്തിരിക്കുകയായിരുന്നു. പിന്നെ മനസ്സിലായത് കുട്ടിയെ യക്ഷിയെന്നല്ല പിശാചെന്നാ വിളിക്കേണ്ടിയിരുന്നത്. താൻ എന്താ കരുതിയത് ചലഞ്ച് വോട്ട് ചെയ്ത് ബാക്കിയെല്ലാരും മണ്ടന്മാരാക്കാന്നാ? ചലഞ്ച് വോട്ടോ? അതെ, മരിച്ചുപോയ കുന്നത്ത് വീട്ടിൽ മൈഥിലി എന്ന വോട്ടറുടെ പേരിൽ താൻ കള്ള വോട്ട് ചെയ്തു. അതെ, ഞാൻ അന്ന് ചെയ്തത് കള്ള വോട്ട് തന്നെയാ. താൻ എന്ത് ചെയ്യും? നിക്കവിടെ. അതെ, നിയമത്തിന്റെ മുന്നിൽ താൻ കുറ്റക്കാരിയാ. അതിനുള്ള ശിക്ഷ തനിക്ക് വാങ്ങി തന്നിട്ട് തന്നെ ബാക്കി കാര്യം. എന്ത് ശിക്ഷയോ? ഹെഡോ മൃഗ ഡോക്ടറെ, ഈ നാടിനെ കുറിച്ച് തനിക്ക് എന്തറിയാം? നിയമം പറഞ്ഞോണ്ട് ഇനി ഇങ്ങോട്ട് വന്നാലുണ്ടല്ലോ, നിന്ന് ചലിക്കുന്നതിന്റെ കഴുത്തിന് മുകളിൽ തല കാണില്ല. താൻ ആരോടോ, ഉണ്ണിയാർച്ചയോ അതോ പൂലൻ ദേവിയോ? ആണുങ്ങളോട് ചോടി സംസാരിക്കരുത്. തനിക്ക് ഞാൻ ആരാന്ന് കാണിച്ചു തരാം. മടി. ഹലോ, ഇവിടെ ഇങ്ങോട്ട്. ഒക്കെ കേട്ടു. അപ്പൊ ഇതായിരുന്നു പ്രശ്നം അല്ലേ? ഈ കുട്ടിയാ അന്ന് മൈഥിലിയുടെ പേരിൽ കള്ളവോട്ട് ചെയ്തത്. മിടുക്കി. എന്റെ സാറേ, ഈ കള്ളവോട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ പാർട്ടിയുടെ ഒരു അവകാശമാണ്. കമ്പ്യൂട്ടർ അല്ല, ഇനി ഏത് യന്ത്രം വന്നാലും അത് അതിന്റെ വഴിക്കൊക്കെ നടക്കും. പിന്നെ ഇനി ആ കള്ളവോട്ടിന്റെ കാര്യം ചെവി അറിയണ്ട. ഇനി അതിന്റെ പേരിലൊരു തർക്കം ഉണ്ടായാൽ ആ കുട്ടിക്ക് വേണ്ടി എനിക്ക് ഏറ്റുകത്തി എടുക്കേണ്ടി വരും. ഞങ്ങൾക്ക് പാർട്ടി എന്ന് വെച്ചാ അത്രയ്ക്ക് ജീവനാസ. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത്? നിങ്ങൾ പറ. ഇത്രയും കാലം നിങ്ങൾക്ക് വേണ്ടിയല്ലേ ഞാൻ ജീവിച്ചത്? 1 or 2 പ്രാവശ്യം കൈ അബദ്ധം പറ്റി 5 or 6 പേര് മരിച്ചു. എന്നിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ അല്ലേ? നിങ്ങൾക്ക് വേണ്ടി ആ ഡോക്ടറെ തുരത്താൻ പല തന്ത്രങ്ങളും ഞാൻ പ്രയോഗിച്ചു. ഫലവത്തായില്ല. പക്ഷെ എന്നെ സസ്പെൻഡ് ചെയ്ത് പകരം വീട്ടുന്ന സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. എന്തൊരു ചേർച്ച! ഇപ്പഴാ തിരിച്ചറിഞ്ഞത്, ഒരു വർഗബോധം ഉണ്ടായത്. നീ എന്താ ജാസിഗിത്തിന്റെ പാട്ട് പാടും? എന്താണ് ഇത്? ജാസിഗിത്തിന്റെ പാട്ടാ. എന്താണ് ആ കാല്? എന്തിന് കാല് പിടിച്ച് പാപ്പ പറയാനാ? മനുഷ്യരോട് ടെൻഷൻ അടിച്ച് അടുക്കുമ്പോൾ അയാളുടെ ഓടോ മാറി. സാറേ, കാക്ക വിളിച്ചാൽ കൊക്കാകൂല, കമ്പൗണ്ടർ വിളിച്ചാൽ ഡോക്ടർ ആകൂല. എനിക്കറിയാം. തന്റെ വേദാന്തം ഒന്നും എനിക്ക് കേൾക്കണ്ട. തന്നെ കൊണ്ട് സഹി കേട്ടിട്ടാ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്ത് അതിൽ മാറ്റമില്ല. ഇവന്റെ ജോലി പോയപ്പോ മൃഗങ്ങൾ പോലും ഇവനെ മൈൻഡ് മൈൻഡ് ചെയ്യാതിരുന്നപ്പോഴേ എനിക്ക് തോന്നി. സാറേ, ഞാൻ എവിടെ വേണമെങ്കിലും ആണയിടാം. ഇന്നു മുതൽ എല്ലാ മൃഗങ്ങളും എന്റെ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ആണ്. ഉത്തരവാദിത്ത ബോധമുള്ള നല്ലൊരു കമ്പൗണ്ടറെ ഞാൻ ജീവിച്ചോളാം. ഇത് സത്യം. ചന്ദ്രപ്പൻ അച്ഛനാണ്. എന്റെ അച്ഛനെ പിടിച്ച് സത്യം ചെയ്യുന്നുണ്ട്. എന്റെ അപ്പം മരിച്ചു പോയില്ലടാ. എന്തോ ഇതിനെ കുത്തിവെക്കാൻ കൊണ്ടുവന്നതാ. എന്റെ ഈ അമ്മണിക്കുട്ടി പ്രസവിക്കുന്നത് ഒരു ഓസ്ട്രേലിയൻ പശുക്കുഞ്ഞിനെ തന്നെ ആവണം. അത് നടക്കില്ല. എന്റെ കയ്യിലൊരു നാടൻ നിൽക്കുമ്പോ നിനക്ക് ഫോറും തന്നെ വേണമല്ലടി. രത്നമ്മയിൽ നിന്ന് ഞാൻ ഈ കരിങ്കാലത്തിൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. നിനക്കറിയോ, അമ്മിണിക്കുട്ടി പുഷ്പിടിയാവുന്നത് കാത്ത് കണ്ണിൽ ആവണക്കെന്ന് വെച്ച് കാത്തിരിക്കുക എന്റെ ഈ മുരിക്കുട്ടൻ. താനൊരു വികാര ജീവിയല്ലോ. തന്റെ പ്രകൃതമായ ആവശ്യത്തിന് ആരെങ്കിലും സഹിക്കണോ? സഹിക്കോ? മാറിക്കണോ? തന്റെ ഈ ഓന്റെ കളെ കൊണ്ട് ഇപ്പൊ ഇവിടെ ഇറങ്ങിക്കോണം. ഇല്ലെങ്കിൽ തനിക്കെതിരെ എനിക്ക് നിയമ നടപടി എടുക്കേണ്ടി വരും. ഒരു മൃഗ സഹജീവിയുടെ വംശം നിലനിർത്താനുള്ള മൗലിക അവകാശ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ മനുഷ്യ കോടതി വരെ കയറും. സമരമുറയിലൂടെ ഞാൻ നേടിയെടുക്കും. മൃഗങ്ങളുടെ വംശം നിലനിർത്താനുള്ള ഡിസ്ക്വാളിഫൈ. നാടൻ കൊണ്ട് നാട് നന്നാക്കുക, വിദേശ ബീജത്തെ ഒറ്റപ്പെടുത്തുക, വിദേശ ബീജം സുഹൃത്തുക്കളെ, മൃഗങ്ങളുടെ അവകാശത്തിന് വേണ്ടി മാത്രമല്ല, ഡോക്ടറായിരുന്ന പാവം സുശീലൻ എന്ന മൃഗപാലകനെ കമ്പൗണ്ടറാക്കി തരം താഴ്ത്തിയ ഈ കാടൻ നിയമത്തിനെതിരെയും ഞാൻ പ്രതികരിച്ചിരിക്കും. വേണ്ട വേണ്ട വേണ്ട, എനിക്ക് ഡോക്ടർ ആവണ്ട, എനിക്ക് കമ്പൗണ്ടർ ആയാൽ മതി. വേലുവേലിന്റെ വേല നോക്ക്. ഡോക്ടർ വാ, MLA വീട് വരെ ഒന്ന് പോണം. ഞാൻ പറഞ്ഞ ഉണ്ടാക്കിയാ മതി. 13 SI ആയാലും CI ആയാലും നമ്മളെ പിള്ളേരെ തൊട്ടികൾക്ക് അവന്റെ സ്കൂളിൽ ഞാൻ പൂട്ടിയും. അപ്പൊ ഞങ്ങള് 1 മണിക്കൂറിനകം അവർ ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയിരിക്കും. നിങ്ങൾ ചെല്ല്. 16 ഞാൻ ഗൗതം, ഇവിടുത്തെ മൃഗ ഡോക്ടറാ. സാറ് കാണണോന്ന് പറഞ്ഞു. പറഞ്ഞു. അവളവിടെ ഭൂമികേ,
എന്താ ചെറിയച്ചാ? ഇവിടുത്തെ മൃഗ ഡോക്ടറാ. പട്ടിക്ക് എന്ത് സൂയില്ലാന്ന് പറഞ്ഞില്ലേ? കാണിച്ചു കൊടുക്ക്. വട വയ്ക്കില്ലേ? ഇയാള് പക്ഷി ഗവേഷണത്തിന് വന്നതാ? പട്ടിയെ പരിശോധിച്ച് വേഗം സ്ഥലം വിടാൻ നോക്കണോ? ആ പക്ഷിയെ നോക്ക്. കണ്ട പക്ക വെജിറ്റേറിയനാ, പക്ഷെ വായ തുറന്ന നോൺ വെജ്. ചില പക്ഷികൾ ഇങ്ങനെ സാറേ, കണ്ടാൽ പക്ഷി യക്ഷിയാണെന്ന് തോന്നുന്നു. എന്തോ അല്ല, ഈ ഭൂമി കുലിക്ക് പക്ഷിയുടെ കാര്യം പറഞ്ഞതാ. എവിടാ പട്ടി? എന്തോന്നാ? പട്ടി എവിടാന്ന്? എന്റെ സാറേ, പട്ടിയല്ലേ ആ കൂട്ടി കിടക്കണേ. ഓ, ഇവിടെ വേറൊരു പട്ടി നിൽക്കുന്നുണ്ടോ? പട്ടിക്ക് എന്താ അസുഖം? അതെ, പട്ടി കുരയ്ക്കാറില്ല. പട്ടിയുടെ ജോലി മറ്റുള്ളവർ ചെയ്യുമ്പോ പിന്നെ പട്ടി എന്ത് ചെയ്യാനാ? എന്ന് മുതല അസുഖം? അതെ, അച്ഛമ്മയുടെ ചുമയുടെ മരുന്ന് ഞാൻ അറിയാതെ ഇതിന് ചോറൊഴിച്ചു കൊടുത്തു. അതിൽ പിന്നെ പട്ടി കുരയ്ക്കാറില്ല. വിവരദോഷി. എവിടെയാ മരുന്ന്? അച്ഛമ്മയ്ക്കും പട്ടിക്കും കൊടുത്ത് ബാക്കിയുള്ളത് ഞാനും ഒന്ന് കുടിച്ചു. അത് പിന്നെ കുരച്ചാ പോലും പട്ടിയുടെ ശബ്ദം കറക്റ്റായി. എന്നാ പിന്നെ കൂട്ടിലോട്ട് കയറിക്കോ, ഇതിന് സ്ഥലമുണ്ടല്ലോ. പട്ടി കുരച്ചല്ല, ആളെ തിരിച്ചറിഞ്ഞോണ്ടാ. ഓ, വിളിച്ചു വരുത്തി കളിയാക്കിയതാ അല്ലേ? അതെ. തൊഴുത്തിലോട്ട് വരാൻ പറഞ്ഞു അച്ഛമ്മ. ഏതായാലും വന്നതല്ലേ, ഒരു പശുക്കുട്ടിക്ക് മൂക്ക് കയറി കെട്ടാനുണ്ട്. വാ ഡോക്ടറെ. മൂക്ക് കയറോ? അതൊന്നും എന്റെ പ്രൊഫഷന് പെട്ടതല്ല. എടോ ചന്ദ്രപ്പ. എന്തിനാ ചന്ദ്രപ്പൻ? അച്ഛമ്മ അത് കൊച്ചു കിടാവാ. ഈ ഡോക്ടർ തന്നെ കെട്ടിയാലും ശരിയാവൂ. ഈ വെറ്റിനറി ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഗസറ്റഡ് റാങ്കാ. ഡോക്ടർ അല്ല, ഇനി കളക്ടർ ആയാലും കോറോത്ത് വീട്ടിൽ വന്നാൽ ചിലപ്പോ കറവക്കാരൻ വരെ ആകേണ്ടി വരും. പിടിക്കണോ? ചേച്ചി, കേട്ടില്ലേ ഒരു മണിശബ്ദം? ആ, എവിടെന്നാ മണിശബ്ദം കേട്ടത്? ചിലപ്പോ കിളിക്കൂട് തുറന്നതായിരിക്കും. വന്നേ. മോള് കേട്ടോ ഒരു മണികിലുക്കം? മണികിളിക്കോ? ഞാൻ കേട്ടില്ലല്ലോ. അപ്പൊ എവിടുന്നാ അത്? വാ. നിന്റെ മനസ്സിലൊന്നുമില്ലെങ്കിൽ നീ എന്തിനാ പേടിക്കുന്നേ? ഇനിയാളെ കാണുമ്പോ മിണ്ടാനും വഴക്കിടാനും ഒന്നും പോണ്ട. പൂച്ചയുടെ കഴുത്തിൽ മണി കെട്ടുക എന്താ അയാൾ ഉദ്ദേശിക്കുന്നത്? അയാളെ കൊണ്ട് നിന്റെ പശുക്കിടാവിന് നീ മൂക്കേറി കെട്ടിച്ചു. അതിനയാള് മധുരമായി പ്രതികാരം ചെയ്താവും. എന്നുവെച്ചാ നിന്റെ പെറ്റാണ് ആ പൂച്ചയെന്ന് അയാൾക്കറിയാം. അപ്പോ അതിന്റെ കഴുത്തിൽ മണി കിട്ടാന്ന് വെച്ചാ അതൊരു താലിയെട്ടിന് തുല്യാവാം. വീടിന് പുറത്തിറങ്ങരുതെന്ന മൂത്ത മോന്റെ കൽപ്പന. അവൻ നിർത്തിയ ചാരന്മാരാ ചുറ്റും. ഇത് എന്റെ മോൻ മുരളിയുടെ ഫോട്ടോയാ. ഇതിനൊരു ചില്ലിട്ട് മോനിവിടെ സൂക്ഷിക്കണം. ഈ നാട്ടുകാരനല്ലാത്തത് കൊണ്ട് മോനെങ്കിലും എനിക്ക് വിശ്വസിക്കാലോ. അമ്മയുടെ ഈ മോൻ ഇപ്പൊ എവിടെയാ ഉള്ളത്? 2 പാർട്ടിക്കാരും അവന് വേണ്ടി കാത്തിരിക്കുക ഇവിടെ. അവർക്ക് ജയിക്കാൻ എന്റെ മോന്റെ ജീവൻ വേണം. വേണ്ട, അവൻ ഇനി ഇങ്ങോട്ട് വരണ്ട. ഇതിൽ വിളിച്ച് അവനെ കിട്ടും. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ മോനൊന്ന് വിളിച്ചു പറയണം, ഈ നശിച്ച നാട്ടിലേക്ക് ഇനി വരണ്ടെന്ന്. ഈ അമ്മയ്ക്കിനി അവനെ കാണണ്ട.
വിദേശ ബീജ കുത്തകകളെ ഒറ്റപ്പെടുത്തുക, നാടുന്നുകൊണ്ട് നാട് നന്നാക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായിട്ട് തൊഴിൽ രഹിതരായ വിത്തുകാളകളുടെ അവകാശങ്ങൾ സംരക്ഷിച്ചു കിട്ടുന്നതിന് വേണ്ടിയിട്ട് സ്ഥലം MLA-യുടെ വീട്ടുപടിക്കല് കുട്ടന്റെ നേതൃത്വത്തില് ഒച്ചിറ വേലു നയിക്കുന്ന മൊബൈൽ നിരാഹാര സമരത്തിന്റെ മഹത്തായ 2ാം ദിവസമാണ്. പണ്ട് മഹാകവി പ്ലീ പാടി വിദ്യായന്തിനോ മർത്യനോ വിത്തുകാളകൈവശമാവുകിൽ പരമ്പര ഗതാഗത പ്രത്യുത്പാദന രംഗത്തിനെ അട്ടിമറിക്കാൻ പ്രത്യുത്പാദന രംഗത്ത് യാതൊരു പാരമ്പര്യവുമില്ലാത്ത ഒരു പീറ ചെറുക്കന് ഡോക്ടർ പട്ടം കൊടുത്ത് ഇങ്ങോട്ടേക്ക് അയച്ച വ്യവസ്ഥിതിയെ, ആ യാഥാസ്ഥിതിക വ്യവസ്ഥിതിയെ ഞാൻ ചോദ്യം ചെയ്യുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് മൃഗങ്ങളുടെ ബീജം മാത്രമാണ് വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്നത്. എന്നാൽ നാളെ മനുഷ്യ ബീജവും ഇറക്കുമതി ചെയ്താൽ, അല്ലെ പുരുഷന്മാരെ, നിങ്ങളുടെ അവസ്ഥ ഈ വിത്തുവാളയേക്കാൾ ഭയാനകമായിരിക്കും. ഓർക്കുക വല്ലപ്പോഴും. ഓ, അവന്റെ ഒടുക്കത്തെ ഒരു മൊബൈൽ സമരം. വേറെ ഒരു സ്ഥലവും കണ്ടില്ല ഇവന്. അച്ചമ്മയെ സ്വാധീനിച്ച് എന്റെ മൊബൈൽ സമരം തകർക്കാനുള്ള പദ്ധതിയുമായിട്ടാണ് ആ കൊച്ചുതണ്ടി ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഭൂമിയെ കാണാനുള്ള എല്ലാ പ്ലാനിങ്ങും പൊളിയും. ഏതായാലും വെച്ച കാലം മുമ്പോട്ട് തന്നെ. അവന് മുമ്പ് ഞാൻ കാര്യം സാധിക്കും. ഇവനെന്തിനാ ഓർണേ? അച്ചമ്മേ, ശരിയാക്കി തരണ്ട. എവിടെയാണ് നിന്റെ ഭൂമിക ചേച്ചി? ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? ചുമ്മാ ഒന്ന് കാണാൻ. ആരെ? അല്ല, ഇതുങ്ങളൊക്കെ ലക്ഷണം കണ്ടിട്ട് സൂക്കർ എന്താന്ന് മനസ്സിലായി. അല്ല, എന്ത് ധൈര്യത്തില് താൻ ഇപ്പൊ ഇങ്ങോട്ട് കയറി വന്നേ? ഇളയച്ചൻ ഇവിടെ ഇല്ലാത്ത തന്റെ ഭാഗ്യം. എല്ലാം അറിഞ്ഞിട്ട് തന്നെയാ ഞാൻ ഇങ്ങോട്ട് വന്നത്. കൃത്യമായി പറഞ്ഞാൽ MLA-യും പരിവാരങ്ങളും ഇപ്പോ തഹസീൽദാരുടെ കല്യാണ സ്ഥലത്ത് എത്തിയിരിക്കും. എനിക്കൊന്നും കേൾക്കണ്ട, വേഗം സ്ഥലം വിടാൻ നോക്ക്. താൻ എല്ലാം കേൾക്കണം, എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. അതെ, ഞാൻ അറിയാതെ ഇവിടുന്ന് ഒരു സാധനം മോഷ്ടിച്ചു പോയി. അതൊന്ന് നേരി പറയാൻ വേണ്ടി ഇത്രയും കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്നത്. താനെന്താ ഇവിടുന്ന് മോഷ്ടിച്ച്? തന്റെ ഹൃദയം. എന്റെ സമരം പോലും